സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്. ഫേസ്ബുക്കൊക്കെ തുറക്കുമ്പോൾ, രാവിലെ തുറക്കുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പ് തുറക്കുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള ഗുഡ് മോർണിംഗ്, അതുപോലെ തന്നെ രാവിലെ വളരെ പ്രചോദനാത്മകമായ ഒരുപാട് ആളുകൾ ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കും. എന്നാൽ വളരെ വേദനയുണ്ടാക്കുന്ന ഒരുപാട് മെസ്സേജുകളും കിട്ടും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വേദനയുണ്ടാക്കുന്ന ഒരു മെസ്സേജ് കിട്ടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. പക്ഷെ വീണ്ടും വേദന തന്നെ കിട്ടും. ഇന്ന് രാവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ, ഞാൻ പേര് പറയുന്നില്ല, ഒരു റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിലൊരു കുറിപ്പുമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഞാൻ പലവട്ടം ആ വീഡിയോ, വളരെ ചെറിയ വീഡിയോ ആണ്, നാമമാത്രമായ ഒരു വീഡിയോ ആണ്, സമയം കുറവാണ്. ഞാൻ പലവട്ടം ആ വീഡിയോ കണ്ടു. ഇന്നലെ ഞാൻ ഹിന്ദു ഏകതാ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി മാതാ അമൃതാനന്ദമയി മഠം ആശ്രമത്തിൻ്റെ കൈമനത്തെ സ്വാമിയും തിരുവനന്തപുരത്തെ പുനർജനി ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട സ്വാമിജിയും പിന്നെ 3 സ്വാമിമാരും, മൊത്തത്തിൽ 5 സ്വാമിമാരും, വാവാ സുരേഷും പിന്നെ SNDP പിന്നെ SSSൻ്റെയൊക്കെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനാകാൻ എന്നെ കൂടെ വിളിച്ചിരുന്നു. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചതാണ്. അവിടെയും ഞാൻ നല്ല പരിപാടിയായിരുന്നു. അവിടെയും ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു. ഇനി ഇതുപോലെ ചില പരിപാടികളുണ്ട്, അവിടെയും ഞാൻ ഈ വിഷയം പറയും. വിഷയം മറ്റൊന്നുമല്ല, ഒരു ജഗദമ്മ എന്ന ഒരു അമ്മയുടെ കഥയാണ്. പേരിൽ തന്നെ അമ്മ എന്നുണ്ട്. അവർ ഹിന്ദു വിശ്വാസിയാണ്. അവരുടെ നെറ്റിയിൽ ചന്ദനമിട്ടിട്ടുണ്ട്. അവരുടെ മകൾക്ക്, അവർ വീഡിയോയിൽ പറയുന്നുണ്ട്, അവരുടെ മകൾക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ സാമ്പത്തികമില്ലാഞ്ഞിട്ടാണോ അതോ ഈ കാലഘട്ടത്തിലെ നോക്കാത്ത ആ സാഹചര്യം കൂടെ ഉണ്ടല്ലോ, പണമുള്ളവർ നോക്കാത്ത സാഹചര്യമുണ്ട് അമ്മയച്ഛനെയൊക്കെ, അതാണോ എന്നറിയില്ല. അത് അവരോട് ചോദിച്ചെന്നറിയണം. എന്തായാലും അവർ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ അലഞ്ഞു നടക്കുന്ന റെയിൽവേ ട്രാക്കിൽ ഇനി ആത്മഹത്യ ചെയ്യാനാണോ എന്നറിയില്ല. ഭാഗ്യവശാൽ ഒരു വനിതാ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ പിടിച്ചു കൊണ്ടുപോയി അവരെ ഒരു ക്രിസ്തീയ കന്യാസ്ത്രീ മഠത്തിലാക്കുന്നു. കന്യാസ്ത്രീ മഠത്തിലാക്കിയതോ അല്ലെങ്കിൽ അവരവിടെ പോയി ജീവിക്കുന്നതോ ഒന്നും വിഷയമല്ല. പക്ഷേ അതിനകത്തൊരു സങ്കടം ഉണ്ട് അവർക്ക്. അവർ കന്യാസ്ത്രീ മഠത്തിൽ പോയി താമസിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഹിന്ദു വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം അവരുടെ ആകുലത അവരുടെ വാക്കുകളിലും അവരുടെ ബോഡി ലാംഗ്വേജിലും കാണാൻ പറ്റും. അവർ വളരെ ആകുലപ്പെടുന്നുണ്ട്. കന്യാസ്ത്രീകൾ എടുത്ത് നടത്തുന്ന മഠത്തിൽ കൊണ്ടുപോയത് സന്തോഷം. ഞാൻ വീണ്ടും ആ സന്തോഷം പങ്കുവച്ച് തന്നെ പറയട്ടെ. എന്തുകൊണ്ട് കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ഇത്തരമുള്ള അമ്മമാരെ അല്ലെങ്കിൽ പിതാക്കന്മാരെ, സീനിയർ സിറ്റിസൻസിനെയൊക്കെ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ? ആറ്റുകാൽ ക്ഷേത്രം എടുത്ത് നോക്കുക, എത്ര കോടിയാണ് വരുമാനം. ഇനി അല്ല, CSR ഫണ്ട് ഉൾപ്പെടെയുള്ള വരുമാനം ആളുകൾ കൊടുക്കാൻ തയ്യാറുമാകും. അപ്പോൾ അവിടെ കണ്ണകിയുടെ വലിയ പ്രതിമ വരുന്നു, സന്തോഷം, അത് വരട്ടെ. അത് വരുമ്പോൾ വീണ്ടും ആളുകൾ അവിടെ വരികയും സെൽഫി എടുക്കുകയും വലിയ ആഘോഷത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴും ജഗദമ്മമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലും ഇന്ത്യയിലും രാജ്യത്തും ക്ഷേത്രങ്ങൾ പണിതത് ഗ്രാമദേവത എന്ന സങ്കല്പത്തിലാണ്. ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ, ആ പ്രദേശത്തിൻ്റെ ഐശ്വര്യം നിലനിർത്തുന്ന ആളാണ് ആ ക്ഷേത്രം. അതുകൊണ്ടാണ് ക്ഷേത്ര കലാരൂപങ്ങൾ ആ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരെല്ലാം വന്ന് കലാരൂപങ്ങൾ ക്ഷേത്രത്തിൽ കൊത്തിവെക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കഥകളി ഉണ്ടായിരുന്നു, ഓട്ടംതുള്ളലുണ്ടായിരുന്നു, അന്നദാനമുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ലൈബ്രറി പോലെ പുസ്തകങ്ങൾ വെച്ചിരുന്നു, മതപഠനമുണ്ടായിരുന്നു, മതപ്രഭാഷണമുണ്ടായിരുന്നു, ഭജനയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആളുകളുടെ സാംസ്കാരിക കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രം, അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയില്ല? കോടാനുകോടി രൂപയാണ് വരുമാനം, എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? അതുപോലെ തന്നെ അവരെ അഗതി മന്ദിരം തുറന്ന് ഒരു ഡോർമെട്രി കൊണ്ടുവന്ന് കുറച്ച് കസേരയും മേശയും കട്ടിലും ഒക്കെ ഇട്ട് അങ്ങനെ താമസിപ്പിച്ചാൽ, കന്നുകാലികളെ താമസിപ്പിക്കുമ്പോൾ താമസിപ്പിച്ചാൽ കഴിയത്തില്ല. ജീവിതത്തിൻ്റെ വസന്തകാലം കഴിഞ്ഞ്
സായാഹ്നത്തിലേക്ക് പോകുന്ന ഈ അമ്മമാരെ, ജഗദമ്മമാരെ, അല്ലെങ്കിൽ ഈ അങ്ങനെ പോകുന്ന പിതാക്കന്മാരെ, പിന്നെ മാതാപിതാക്കളെ, അപ്പൂപ്പന്മാരെ, അമ്മൂമ്മമാരെ കൃത്യമായി പുനരധിവസിപ്പിക്കുന്ന പദ്ധതികൾ എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? തിരുവനന്തപുരം നഗരത്തിൽ തന്നെ വെൺപാലവട്ട ക്ഷേത്രം, ബിജു രമേശ് എന്ന് പറയുന്ന അതിസമ്പന്നനായ ഒരു വ്യക്തി നടത്തുന്ന ക്ഷേത്രമാണ്. എന്തുകൊണ്ട് ആ ക്ഷേത്രവുമായി അനുബന്ധിച്ച് ഇത്തരത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൂടാ? ഞാൻ കരിക്കകം ക്ഷേത്രം തിരുവനന്തപുരത്ത് വലിയ വരുമാനം വരുന്ന ക്ഷേത്രമാണ്. ഗണപതി ക്ഷേത്രം പഴവങ്ങാടി വലിയ വരുമാനം വരുന്ന ക്ഷേത്രമാണ്. അവിടെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, മറ്റൊരു സ്ഥലമെടുത്ത് ചെയ്യാം. ഇനി ഹിന്ദുക്കളുമായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. 1,20,00,000 വീടുകളുള്ളതിൽ ഒരു 10-80 ലക്ഷം വീട്ടിലെ ആൾ താമസമുള്ളൂ. 10-40 ലക്ഷം വീട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെ പി ജികളായി, ഗസ്റ്റ് ഹൗസുകളാക്കി മാറ്റാൻ തീർച്ചയായിട്ടും അതിൻ്റെ ഉടമസ്ഥാവകാശമൊന്നും വേണ്ട, അല്ലാതെയൊക്കെയുള്ള പദ്ധതികൾ കോർപ്പറേഷനും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ചെയ്യുമോ? സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ വി രാജേഷ് പറയുന്നുണ്ട്, മേയർ. അതിൽ ഇത് വരുമോ? ഈ സീനിയർ സിറ്റിസൺസിൻ്റെ പുനരധിവാസത്തിനുള്ള മനോഹരമായ കേന്ദ്രങ്ങൾ കൂടെ ആക്കി ക്ഷേത്രങ്ങളെ മാറ്റാൻ കഴിയില്ലേ? മതപാഠശാല ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ചെയ്യണമെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു ഉത്തരവുണ്ടായി. ഒരു ക്ഷേത്രവും ഇത് ചെയ്തില്ല. മലബാർ ദേവസ്വത്തിൻ്റെ പിന്നെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ ഒരു ക്ഷേത്രവും അത് ചെയ്തില്ല. എന്തുകൊണ്ട്? ഈ വലിയ വരുമാനമുള്ള ചെറിയ ക്ഷേത്രങ്ങൾ വിട്ടേക്കുക, വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഈ പറയുന്ന പോലെ പിന്നെ സീനിയർ ആയിട്ടുള്ള ആളുകളെ പരിരക്ഷിക്കുന്ന, അവർക്ക് താമസിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളും അതുപോലെ തന്നെ ലൈബ്രറികളും അത്യാധുനികമായ മതപഠന അല്ലെങ്കിൽ ധർമ്മപഠന, മതപഠനം എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിലെടുക്കും, ധർമ്മപഠന, സനാതന ധർമ്മപഠന കേന്ദ്രങ്ങളായി എന്തുകൊണ്ട് ഈ ക്ഷേത്രങ്ങളെ മാറ്റാൻ ഈ ഉത്സവ സീസണിൽ നമുക്ക് ചിന്തിച്ചുകൂടാ? ഇതൊരു ആശയം എന്നുള്ള നിലയിൽ മുന്നോട്ട് വെക്കുന്നതാണ്. ജഗദമ്മമാരുടെ വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചിലപ്പോൾ പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റും. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ധാരാളം ആളുകളെ ഇങ്ങനെ കാണും. നമ്മൾ ഒരു പ്രാവശ്യം പൈസ കൊടുക്കും, 100 50 ചിലപ്പോൾ 500 രൂപ ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റും. അവിടെ നിന്ന് സ്ഥിരമായി കൊടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ കൊടുത്താലും എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിൻ്റെ കയ്യിൽ, സാമ്പത്തികമുള്ളവരുടെ കയ്യിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തി ആരംഭിക്കുവാൻ കഴിയുന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നുണ്ടാകട്ടെ. നമ്മൾ സനാതന ധർമ്മത്തെക്കുറിച്ചും ഹിന്ദു ഏകതയെക്കുറിച്ചും എല്ലാം പറയുമ്പോഴും ഒരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും പെട്ടു പോകുന്നുവെന്ന് മാത്രമല്ല, ഏകാന്തരായി പോകുന്നുണ്ട്. ആ ഏകാന്തരായി പോകുന്ന ജഗദമ്മമാരെ കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാരുകൾ അവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ, അത് വേറൊരു വഴിക്ക് പോകട്ടെ. ഹിന്ദു സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്നത് ഹിന്ദു സമൂഹം ചെയ്യണം. പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുമായി കേന്ദ്രീകരിച്ച് ഇത് ചെയ്യാൻ നിർബന്ധമായും കഴിയുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്.